ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ട് ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്, വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താ 2 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒക്കെ തേക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഏകദേശം 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂൺ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരില്ല, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാല തേച്ച് വെക്കാം കേട്ടോ. ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാല തേച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ഇങ്ങനെ മസാല തേച്ച് വെക്കണത്. പിന്നെ നല്ല അതിൽ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യട്ടോ. അതുപോലെ ഞാൻ സവാള അരിഞ്ഞ് വെക്കും, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഞാൻ ഈ ചട്ടിയൊക്കെ ചൂടാക്കി പൊരിക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കനും ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇതിൽ നിന്ന് എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്? പൊരിച്ചിട്ടാണോ അല്ലാതെയാണോ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. അധികം ഞാൻ ബ്രോയിലർ ആകുമ്പോൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒരു സൈഡ് റെഡി ആയിട്ട് ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒരു സൈഡ് പെട്ടെന്ന് ഇത് റെഡി ആവുമല്ലോ സാധനം. പിന്നെ നമ്മളെ ചിക്കനൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ബാക്കിയുള്ള ചിക്കനൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ അറിയുമല്ലോ, ഒരു പ്രാവശ്യം കാണിച്ചു തന്നില്ലേ. മുഴുവനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണമെന്ന് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓയിൽ തന്നെ, ഈ എണ്ണയില്ലേ, വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ അണ്ടി, മുന്തിരി, സവാളൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ. അപ്പോൾ എന്താ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 2 കൈലോളം ഈ വെളിച്ചെണ്ണയില്ലേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു 2-3-4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ 2 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിക്ക് 1 കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പിടി സവാള, ഈ 1 കിലോത്തിൽ ഒരു കൈപ്പിടി സവാള ഞാൻ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആദ്യം എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മളത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അത് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ 2 കൂടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അടിച്ചെടുത്തതാണ്. അത് ഏകദേശം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറണ വരേക്കും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണില്ല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 500 തക്കാളിയാണ് കേട്ടോ. അപ്പം ഞാൻ 500 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഇല അല്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് തൈരില്ലാത്ത കാരണം ഞാൻ ഏകദേശം 2 ടീസ്പൂൺ മോരും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. അപ്പം നിങ്ങൾ തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. എൻ്റെ അടുത്ത് തൈരില്ലാത്ത കാരണം ഞാൻ മോര് ഒഴിച്ചെടുത്തത്.
അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ തുറന്നൊക്കെ നോക്കിയപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചപ്പ് പുതിന ഒരു കൈപ്പിടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കനില്ല, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചില്ല, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ഗ്രേവിയും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതിന് കുറച്ച് അതിന് ഏകദേശം കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിന്. അപ്പോൾ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ. ചിക്കൻ ബിരിയാണി നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഏകദേശം ഒരു കിലോനാണെങ്കിൽ 1/2 കിലോ ഉള്ളി ഫ്രൈ ചെയ്തും 1/2 കിലോ വാട്ടാനും വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി അത് ഏകദേശം കുറച്ച് മാത്രമേ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്താ നമ്മൾ ബിരിയാണീൻ്റെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഗ്രേവി തന്നെ തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതാക്കി വെക്കുക. നമ്മൾ ഗ്രേവിയുടെ റെഡി ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ. ഈ ഒരു കപ്പ് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറ് പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചട്ടിയൊക്കെ കുക്കർ അടുപ്പിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട നമ്മളടുത്തുള്ള അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു കുറച്ച് 1/4 സവാള ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റുള്ളവർക്ക് ക്യാരറ്റ് ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയിക്കണം. വെള്ളം ഒഴിക്കണം ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ എടുത്തത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ പിഴിഞ്ഞത്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളടുത്ത് ബിരിയാണീൻ്റെ ഇല ഉണ്ട്, അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ട് ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയാൽ തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഇതൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരിക. തീ ഓഫ് ചെയ്യുക. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രഷർ ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്താ അടുപ്പിലേക്കൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. 2 വിസിൽ വന്നിട്ട് പെട്ടെന്ന് അത് തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതൽ നേരം ഇത് സ്റ്റീലിൻ്റെതിലായതുകൊണ്ടാണ് വിസിൽ പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇതിൽ വെന്തലിയും. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്തൊക്കെ നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള നെയ്ച്ചോറും ഇതുപോലെ ഉണ്ടാക്കിയത്. എൻ്റെ അടുത്ത് ചെറിയ കുക്കറായത് കാരണം ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല ബിരിയാണി ആക്കാം. ഞാൻ വേറൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളെ മസാലയൊക്കെ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ മേലെ ഞാൻ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത് നെയ്ച്ചോറ്. അങ്ങനെ എല്ലാം കുറച്ച് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി ഉള്ളിയും അണ്ടി, മുന്തിരി, ചപ്പ്, പുതിനൊക്കെ റെഡിയാക്കി വെച്ചേക്കണമല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഒരുപാട് മന്തി ഉണ്ടാക്കുന്നത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ബിരിയാണി മസാലേൻ്റെ പൊടിയാണ്, അത് കുറച്ച് ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചോറ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ.
പിന്നെ മുകളിലേക്ക് ഇതാ അണ്ടിയും മുന്തിരി ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് നെയ്യ് ഉള്ളത് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1/2 kg ആണ് 1/2 kg ഒഴിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടായിന് കുറച്ചിച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ ദം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് നേരം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് സെറ്റ് ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മളതാ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളെ ബിരിയാണിയൊക്കെ ഇതാ അവിടെ സെറ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം, നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, എന്നായി ട്രൈ ചെയ്ത് നോക്കി. നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് അലിഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഓരോന്ന് വേറെ വെറൈറ്റി നിൽക്കുന്നുണ്ടായി, നല്ലൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി ഉടൻ വരാം. ബൈ, അസ്സലാമു അലൈക്കും.